കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 10-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു, പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, അവൻ അനാഥർക്കും വിധവകൾക്കും ന്യായം നടത്തി കൊടുക്കുന്നു എന്ന് കണ്ടു. ഇന്ന് ഭൂമിയിൽ നമുക്ക് അധികം കാണാൻ പറ്റാത്തത് നീതി ന്യായമാണ്. പലപ്പോഴും ബലഹീനതയിൽ ഇരിക്കുന്നവർക്ക് ന്യായം കിട്ടാറില്ല. പലപ്പോഴും അവർ പറയുന്ന ശരിയായ കാര്യങ്ങൾ പോലും അത് ചെവിക്കൊള്ളാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒന്ന് ശരീരത്തിൽ ബലഹീനത ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യത്തിൽ ബലഹീനത ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ആൾബലത്തിൽ ബലഹീനത ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ ജോലിയിൽ കുറഞ്ഞ ജോലിയുള്ളവരായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ബലഹീനതയിലായിരിക്കുന്ന ഒരു വ്യക്തി പറയുന്ന ഓരോ കാര്യങ്ങൾ അത് ന്യായമായ കാര്യങ്ങളായാലും ന്യായത്തിൽ അത് എടുക്കാതെ അത് പുറന്തള്ളപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ യാത്ര. പ്രിയ ദൈവ പൈതലെ, വീട്ടിലും വെളിയിലും പലപ്പോഴും നമ്മുടെ ന്യായങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന വേദനകൾ, കണ്ണുനീരുകൾ, അല്ലെങ്കിൽ ഒരു ഏകാന്തതകൾ കർത്താവ് കാണാതെ മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല. പലപ്പോഴും നാം മക്കളോടായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ഒരു ശരിയായ ഒരു കാര്യം പറഞ്ഞാലും അത് വകവയ്ക്കാതിരിക്കുമ്പോൾ നാം പെടുന്ന അവസ്ഥകൾ ദൈവം അറിയുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം എന്ത് പറയുന്നു പറഞ്ഞാൽ അവൻ എപ്പോഴും തള്ളപ്പെട്ടവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്ന ഒരു യഹോവയാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. അതേപോലെ തന്നെ അവൻ അന്നവും വസ്ത്രവും നൽകുന്നു എന്ന് പറഞ്ഞാൽ പരദേശിയെ സ്നേഹിച്ചു. പരദേശി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഒരാശ്രയവും ഇല്ലാത്തവർ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ സഹായം ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് സഹായിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിലേക്ക് നോക്കിയ അന്നവും വസ്ത്രവും അവൻ നൽകി കൊടുക്കുന്നവനെന്ന് ബൈബിൾ പറയുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഒരിക്കൽ 10-25 വർഷത്തിന് മുമ്പായിട്ട് എൻ്റെ തലയിൽ കൈവച്ച് ഒരു പ്രവാചകി ഒരിക്കൽ പറഞ്ഞ്, സമയം ഒന്ന് വരും, അപ്പോൾ എൻ്റെ ഭർത്താവിനും മക്കൾക്കും നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ കർത്താവ് നിന്നെ പോഷിപ്പിക്കുമെന്ന്. ആ കർത്താവ് എന്നെ മറന്നു കളഞ്ഞില്ല. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടപ്പോൾ കർത്താവ് എന്നെ ഞാൻ അറിയാത്ത ജനത്തെ കൊണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് കർത്താവ് എന്നെ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ആരും ഇല്ല എന്ന് ഏകാന്തതയിലിരുന്ന് നീ കണ്ണുനീരോടെ വേദനയോടെ ഇരിക്കുകയാണെങ്കിൽ ഈ വചനം ഓർക്കുക. കർത്താവ് ഒരിക്കലും പുറമ്പെ തള്ളുന്ന ദൈവമല്ല. വാക്ക് തന്നവൻ വാക്ക് മാറുകയില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകാം. ഇപ്പോൾ പ്രതികൂലങ്ങൾ ഏറെയുള്ള സമയങ്ങളാണ് എന്ന് പറഞ്ഞാൽ വീടുകൾ നഷ്ടപ്പെടുന്നവർ, കാറ്റിലും മഴയിലും വീടുകൾ, പ്രിയപ്പെട്ടവർ, അതേപോലെ വാഹന അപകടങ്ങൾ, ഇങ്ങനെ ഓരോ ദിവസം നഷ്ടങ്ങളുടെ പരമ്പരയാണ് ഓരോ ജീവിതങ്ങളിലുമുള്ളത്. അപ്പോൾ തനിച്ചാക്കപ്പെടുന്ന ഒരു കൂട്ടം ആത്മാക്കളുണ്ട്. അവർക്കെല്ലാം ദൈവം ധൈര്യം നൽകുന്ന ഒരു വചനമാണ് ഇത്. എന്തെന്ന് പറഞ്ഞാൽ അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു, പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു എന്ന്. ഇങ്ങനെ ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നാം ഒരിക്കലും കുലുങ്ങി പോകേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി സകലതും വാഗ്ദത്തം ചെയ്തിട്ട് ഞങ്ങൾ നിന്നെ നോക്കി അപേക്ഷിക്കുന്നത് മാത്രം നോക്കിയിരിക്കുന്ന എൻ്റെ അപ്പനെ, ഞങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാനോ ആഗ്രഹിപ്പാനോ ഒന്നുമില്ലാതിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ മുഖത്ത് നോക്കി കർത്താവെ, ഈ സമയം മുതൽ കർത്താവെ, ആരൊക്കെ തൻ്റെ അപേക്ഷകൾ സമർപ്പിക്കുന്നുവോ അവർക്ക് എന്താവശ്യമായാലും എൻ്റെ അപ്പൻ കൂടെ ഇരുന്ന് അവർക്ക് നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ഞാൻ ആരും ഇല്ലാത്തവനല്ല, അല്ലെങ്കിൽ ആരും ഇല്ലാത്തവളല്ല. എനിക്കെന്ന് പറഞ്ഞ് എനിക്കൊരു യഹോവ ഉണ്ട് എന്ന് കർത്താവെ, അങ്ങിൽ ആശ്രയിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഇവരെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.